ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ പല മാറ്റങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിലാണല്ലോ AAP എന്ന പാർട്ടിയുടെ ജനനം. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് AAP പാർട്ടി രൂപീകൃതമാകുന്നതും ഒക്കെ. ഇപ്പോൾ AAP പാർട്ടിയിൽ നിന്ന് ഒറ്റയടിക്ക് 7 MP-മാർ പാർട്ടി വിട്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പാർട്ടി വിട്ടവർക്കെതിരെ AAP നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നൊക്കെ കേൾക്കുന്നു. ഏതായാലും അത് പാർട്ടി വിട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവർ ഇനി ആരെങ്കിലുമൊക്കെ അതിൽ നിന്ന് തിരിച്ചു വരുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. എങ്കിലും AAP MP-മാർ പാർട്ടി വിട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു കൂട്ടം MLA-മാർ കൂടി AAP വിടുന്നു എന്ന വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ AAP എന്ന രാഷ്ട്രീയ പാർട്ടി ഉത്ഭവിച്ചതിനപ്പുറം അത് ഡൽഹി നിയമസഭയിലെ ഭരണം പിടിച്ചു, രണ്ടാമത് പഞ്ചാബിലെ ഭരണം പിടിച്ചു, നല്ലൊരു വളർച്ച ചുരുങ്ങിയ കാലം കൊണ്ട് കൈവരിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടി തന്നെ ഇപ്പോൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാർട്ടിക്ക് ക്ഷീണങ്ങൾ വന്നു തുടങ്ങിയത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തിനാണോ AAP രൂപീകരിച്ചത് അഴിമതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പാർട്ടി കൂടുതലായി നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡൽഹി രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് AAP. ചുരുങ്ങിയ കാലം കൊണ്ട് ഡൽഹിയിലെ ഭരണം പിടിച്ചു. തുടർന്ന് തൊട്ട സംസ്ഥാനമായ പഞ്ചാബിലെയും ഭരണം പിടിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരു വലിയ പുരോഗതിയാണ്. കേന്ദ്രഭരണം വരെ AAP കൈയാളുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം, ഒരു സമയമുണ്ടായിരുന്നു. അത്രയും സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ AAPക്ക് വളർന്നു. കേന്ദ്രഭരണത്തിൽ നിർണായക ശക്തിയാവാൻ വരെ സാധിക്കും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ആ AAP ആണ് ഇനി അസ്തമിക്കുമോ എന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തിനാണോ പാർട്ടി രൂപീകരിച്ചത് അതേ ആവശ്യത്തിൽ തന്നെ ആ പാർട്ടി അസ്തമിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അതിന്റെ AAPയുടെ സ്ഥാനങ്ങളിലൊന്നുമില്ല എങ്കിലും AAP രൂപീകൃതമാകുന്നതിന് ഒരു കാരണമായ നമ്മുടെ അണ്ണാ ഹസാരെ, സാമൂഹിക പ്രവർത്തകൻ അണ്ണാ ഹസാരെ ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് AAPയിലെ MP-മാർ പാർട്ടി വിട്ടത് അവർക്ക് അതുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് നേരിട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ AAP എന്ന പാർട്ടി ഇനി ഡൽഹിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ഇനി സാധിക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഇത്രയും MP-മാർ 7 MP-മാർ ഒന്നിച്ചു പാർട്ടി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇനി ഒരു കൂട്ടം MLA-മാർ പാർട്ടി വിടും എന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ AAP തകർച്ചയിലേക്കാണോ? ഇപ്പോൾ പഞ്ചാബിൽ മാത്രമാണ് AAPക്ക് ഭരണമുള്ളത്. അവിടെയാണെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരാനും പോവുകയാണ്. അത് വളരെ ഒരു സുപ്രധാനമാണ്. കാരണം പഞ്ചാബിൽ ഇനിയും തിരഞ്ഞെടുപ്പിന് അധികം സമയമില്ല. ഈ സമയത്ത് ഇത്രയും MP-മാർ പാർട്ടി വിടുന്നു. ഇനി MLA-മാർ കൂടി വിട്ടു കഴിഞ്ഞാൽ പാർട്ടി പിന്നെ പഞ്ചാബിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ പാർട്ടി AAPക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോഴൊരു പാർട്ടി രൂപീകൃതമായി ആ പാർട്ടി സംസ്ഥാനങ്ങൾ ഭരിച്ചു, അത് ആ പാർട്ടി അസ്തമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചലനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പാർട്ടി വീണ്ടും പുതിയ ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. 7 MP-മാരൊന്നും പോയതും പാർട്ടിയെ സംബന്ധിച്ച് വലിയ വിഷയമല്ല. എങ്കിലും തിരിച്ചു വരണമെങ്കിൽ അതിന് ശക്തി തെളിയിക്കേണ്ടതുണ്ട്. അത്രയും പിന്നെ 7 MP-മാർ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളതിൽ നിന്ന് മുക്കാൽ ഭാഗം, 2/3 ഭാഗം ആൾക്കാരാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി അവരുടെ പേരിൽ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ വിദഗ്ധരുമായ ഒക്കെ കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാവും. ഏതായാലും AAP എന്ന രാഷ്ട്രീയ പാർട്ടി ഡൽഹിയിൽ
നല്ല സ്വാധീനം ചെലുത്തിയിരുന്നു. പഞ്ചാബിൽ ഭരണം പിടിച്ചു, ഡൽഹിയിൽ ഭരണം പിടിച്ചു, ഇപ്പൊ പ്രതിപക്ഷത്താണ് എങ്കിലും ഇപ്പോൾ ആ പാർട്ടി ഒരു തളർച്ചയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഘട്ടം ഘട്ടമായ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടി വളരെ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് AAP ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. വെള്ളിയാഴ്ച മുതലാണ് ഈ രാഷ്ട്രീയ ചടുല നീക്കങ്ങൾ പുറത്തത്. അതിന് മുന്നേ അതിന്റെ അണിയറ നീക്കങ്ങളായിരിക്കും നടന്നിട്ടുണ്ടായിരിക്കുക. വെള്ളിയാഴ്ച മുതലാണ് MP രാഘവചന്ദ്രയെ പാർട്ടി വിടുന്നതും ഒക്കെ ന്യൂസുകളിൽ നിന്ന് വന്നു തുടങ്ങിയത്. ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുക പഞ്ചാബിലാണ്. പഞ്ചാബിൽ മാസങ്ങൾ കഴിഞ്ഞാൽ അവിടെ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടെ AAP ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ MP പാർട്ടി വിട്. ഇനി MLA കൂടി വിട്ടുകഴിഞ്ഞാൽ പാർട്ടി കൂടുതൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് തന്നെയാണ് അതിന്റെ യാത്ര ഉണ്ടായിരിക്കുക. ഏതായാലും കാത്തിരുന്ന് കാണാം. AAP ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു, 2 സംസ്ഥാനങ്ങൾ ഭരിക്കാൻ സാധിച്ചു. ഇപ്പോൾ ആ പാർട്ടി രാഷ്ട്രീയ മുഖത്ത് തന്നെ മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൽഹി രാഷ്ട്രീയം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും AAP എന്തിനാണോ ഉത്ഭവിച്ചത് അതേ ആരോപണത്തിൽ തന്നെ ആ പാർട്ടി എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതിന്റെ കാര്യകാരണങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല എങ്കിലും അത് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. AAP രാഷ്ട്രീയം, ചൂലാണല്ലോ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. എല്ലാം ശുദ്ധിക്കലാശം എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതേ ആരോപണത്താൽ തന്നെ ആ പാർട്ടി എത്തപ്പെട്ടിരിക്കുകയാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിലും അതേ ആരോപണം തന്നെയാണ് പാർട്ടിയുടെ പതനത്തിലേക്കും ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. MP പാർട്ടി വിട്ടു, ഈ 2/3 ഭാഗം പാർട്ടി വിട്ടു. ഇനി MLA കൂടി വിട്ടുകഴിഞ്ഞാൽ പാർട്ടിയുടെ പതനം തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഡൽഹി രാഷ്ട്രീയം വളരെ ചടുലതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത് AAPക്ക് വലിയൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്നാണ്. കാരണം പഞ്ചാബിലാണെങ്കിലും അവിടെയാണ് ആകെ ഭരണമുള്ളത്. ആ ഭരണമുള്ള സ്ഥലത്ത് മാസങ്ങൾ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരാനും പോവുകയാണ്. അതുകൊണ്ട് തന്നെ AAP രാഷ്ട്രീയത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും എന്താണ് വരും ദിവസങ്ങളിൽ അവരുടെ ബാക്കി MLA ഒക്കെ ചലനങ്ങൾ എന്ന് നീക്കങ്ങൾ മനസ്സിലാകുമ്പോഴായിരിക്കും ഇനി ബാക്കി വ്യക്തത വരിക. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.